കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ ഉജ്ജ്വല തുടക്കം. പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ശക്തമായ സംഘടനയായി COA മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രാജ്യത്തെ ശക്തമായ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ വെട്ടിവിഴുങ്ങാൻ വന്നവരെ അതിജയിക്കാൻ COAയ്ക്ക് സാധിച്ചുവെന്നും അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ള പറഞ്ഞു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം തിരൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വലിയ ശക്തമായ രാജ്യത്തെ ഏറ്റവും ശക്തമായ കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സിന്റെ സംഘടനയായി ഞാൻ നമ്മുടെ ഈ കേരളത്തിലെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ കാണുകയാണ്. ആ പ്രസ്ഥാനം ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വാസ്തവത്തിൽ ബംഗാളിൽ നിന്നുമൊക്കെയുള്ള പ്രതിനിധികൾ, മറ്റു ഭാഗങ്ങളിലുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയതെന്ന് ഞാൻ കരുതുകയാണ്. സംഘടിതമായ ശക്തി, ആ ശക്തിയുടെ ചരിത്രം പരിശോധിച്ചാൽ വലിയ നമ്മെ വെട്ടിവിഴുങ്ങാൻ വേണ്ടി വന്ന വൻകിടക്കാരോട്, അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല, അവർ നിങ്ങളെ വിഴുങ്ങും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവർ അത്ര ശക്തന്മാരാണ് ഈ മേഖലയോട് ബന്ധപ്പെട്ടവർ. അവരെയൊക്കെ നിങ്ങൾക്ക് അങ്ങനൊന്നും സാധിക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് നല്ല നിലയിൽ കേരളത്തിൽ ഒരു ഗുണപാഠമായി മാറുന്നു എന്നതിൽ എനിക്ക് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരെയും അനുമോദിക്കുകയാണ്. കേബിൾ ടി.വി. രംഗത്തെ വളർച്ചയിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും പി. ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ചെയർമാനും തിരൂർ MLAയുമായ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകി രാജ്യത്തെ ശക്തമായ തൊഴിൽ മേഖലകളിൽ ഒന്നായി കേബിൾ ടി.വി. മേഖല മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് അനവധി ആളുകൾ തൊഴിലിനു വേണ്ടി കേഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സമാന്തരമായി ഗവൺമെന്റുകൾക്ക് സഹായിക്കാൻ കഴിയാത്ത ഒരു തലത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ, എന്തിന് ജില്ലയിൽ പോലും പ്രവർത്തന രംഗത്തുള്ളത്. ഒരു തൊഴിൽ കണ്ടെത്തി അവർക്ക് ജീവനോപാധി മുന്നോട്ട് നയിക്കാൻ അവസരമുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തലം, വാർത്തയുടെ പ്രാധാന്യം, അറിവുകൾ ജനങ്ങൾക്ക് കൈമാറുവാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഒക്കെ പ്രാധാന്യത്തിനപ്പുറം ഒരു തൊഴിൽ എന്ന രീതിയിൽ തന്നെ ആയിരങ്ങളെയാണ് കേരള സംസ്ഥാനത്ത് തന്നെ അവർക്ക് ആയിരങ്ങൾക്കാണ് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരെ സമ്മേളനത്തിൽ ആദരിച്ചു. KCCL ബംഗ്ലാ പ്രതിനിധികളായ തപസ് ബോസ്, സോമൻ മണ്ഡൽ, അഭിജിത് ദേ എന്നിവരെയും ആദരിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ CBPS, സ്വാഗത സംഘം ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.